കൺവേർഷൻസ് ഈ അധ്യായത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. കൺവേർട്ട് ചെയ്യുക. 1 കിലോമീറ്റർ 1000 മീറ്റർ ആണ്. കൺവേർഷൻ അറിഞ്ഞിരിക്കണം. 1000 മീറ്റർ 1 കിലോമീറ്റർ ആണ്. തിരിച്ചു വന്നു നമ്മൾ എങ്കിൽ 1 മീറ്റർ 1/1000 കിലോമീറ്റർ ആണ്. അതേപോലെ 1 മീറ്റർ ഈസ് ഈക്വൽ ടു 100 സെന്റിമീറ്റർ. 1 മീറ്റർ ഈസ് ഈക്വൽ ടു 100 സെന്റിമീറ്റർ. 1 സെന്റിമീറ്റർ ഈസ് ഈക്വൽ ടു 1/100 മീറ്റർ. ഡിസ്റ്റൻസുമായി ബന്ധപ്പെട്ട രേഖ. അപ്പോൾ നമ്മൾ ഡിസ്റ്റൻസുമായി ബന്ധപ്പെട്ട കൺവേർഷൻ മനസ്സിലായി. ഇനി ടൈമുമായിട്ടാണെങ്കിലോ 1 മണിക്കൂർ 60 മിനിറ്റ്. നമ്മൾ ക്ലോക്കിന്റെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഇത്. 1 മണിക്കൂർ 60 മിനിറ്റ്. 1 മിനിറ്റ് സമം 1/60 മണിക്കൂർ. 1 മിനിറ്റ് സമം 60 സെക്കൻഡ് എങ്കിൽ 1 സെക്കൻഡ് സമം 1/60 മിനിറ്റ്. 1 മണിക്കൂർ സമം 60 × 60. 60 × 60 സമം 3600 സെക്കൻഡ്. 1 സെക്കൻഡ് സമം 1/3600 മണിക്കൂർ. അവ ടൈമുമായിട്ടും അതേപോലെ ഡിസ്റ്റൻസുമായി ബന്ധപ്പെട്ട കൺവേർഷൻ മനസ്സിലായി. ഇവ തമ്മിൽ ചേരുന്നതാണല്ലോ സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. എങ്കിൽ നമുക്ക് സ്പീഡിലേക്ക് പോകാം. ഒരേ സമയം ഒരു ക്ലാസ് റൂമിൻ്റെയും ഒരു മികച്ച PSC റാങ്ക് ഫീൽഡിൻ്റെയും ഗുണം തരുന്ന ചരിത്രത്തിലെ ആദ്യത്തെ ഓൺലൈൻ PSC ആപ്ലിക്കേഷൻ. നമ്മൾ സാധാരണയായി പരീക്ഷ ഉപയോഗിക്കുന്ന 1 km/h. 1 km/h. 1 കിലോമീറ്റർ എത്ര മീറ്റർ ആണ്? 1000 മീറ്റർ. 1 അവർ എത്ര സെക്കൻഡ് ആണ്? 3600 സെക്കൻഡ്. 0 0 0 0 ക്യാൻസൽ. 10/36. When we reduce, this will be equal to 5/18 meter per second. അപ്പോൾ 1 km/h is equal to 5/18 meter per second. 1 കിലോമീറ്റർ ഈസ് ഈക്വൽ ടു, അവിടെ കൺവേർഷൻ ആവശ്യമായി നമുക്ക് വരുന്നത് 1 കിലോമീറ്റർ ഈസ് ഈക്വൽ ടു 5/18 മീറ്റർ പെർ സെക്കൻഡ്. തിരിച്ചാണെങ്കിലോ 1 മീറ്റർ പെർ സെക്കൻഡ് ഈസ് ഈക്വൽ ടു 1 മീറ്റർ ഈസ് ഈക്വൽ ടു 1/1000 കിലോമീറ്റർ. 1 സെക്കൻഡ് ഈസ് ഈക്വൽ ടു 1/3000 ഹവർ. എങ്കിൽ ഫ്രാക്ഷൻസിനെ ഡിവൈഡ് ചെയ്യാൻ കഴിയില്ലല്ലോ. നമ്മൾ റെസിപ്രോക്കൽ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യും. 1/1000 × 3600 ഡിവൈഡ് ബൈ 1 എന്ന് പറയാം. ക്യാൻസൽ ചെയ്യും. അപ്പോൾ നേരെ റെസിപ്രോക്കൽ കിട്ടും. അപ്പോൾ 1 km/h ഈസ് ഈക്വൽ ടു 5/18 മീറ്റർ പെർ സെക്കൻഡ്. 1 മീറ്റർ പെർ സെക്കൻഡ് ഈസ് ഈക്വൽ ടു 18/5 km/h. ഈ രണ്ട് കൺവേർഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്.